ഹലോ ഗായ്സ്, പുതിയതെല്ലാവരും സ്വാഗതം. അപ്പം നമ്മളിന്ന് ക്രിസ്മസ് കാരണം കോളേജിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഒപ്പം ഒരു കാറും പരിചയപ്പെടുത്തി തരാം. നല്ല സൗണ്ടൊക്കെ ഉള്ള ക്വാളിറ്റി. ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സിനൊന്നും പറയില്ല, ചുമ്മാ നോക്കിക്കുന്നുണ്ട്. അടിപൊളി. അപ്പം നമുക്ക് അകത്തേക്ക് കയറി പോകാം ഗൈസ്. അകത്തേക്ക് കയറി പോവാണ് ഗൈസ്. അടിപൊളിയായിരിക്കും മിക്കവാറും പരിപാടി. ഇതാണ് നമ്മളെ ഫ്രണ്ട്സ്. പറഞ്ഞോളൂ, ചാനലിനെ കുറിച്ച് തന്നെ പറയാനുള്ളേ. ഓക്കെ, നമ്മുടെ പരിപാടി ഒരു പുൽക്കൂടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ പുൽക്കൂട്. ഇവിടുത്തെ ചേച്ചിമാരെ ഉണ്ടാക്കിയാണ് ഗൈസ്. അപ്പോൾ അവിടെ ഒരു പ്രസംഗം നടക്കുന്നുണ്ട്. ആ പ്രസംഗത്തിലേക്ക് പോകാം ഗൈസ്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടൽ നടത്തുകയും നമ്മുടെ വികസനം, നമ്മുടെ കോളേജിന്റെ അക്കാഡമിക് മറ്റ് വികസനത്തിനായി വളരെയധികം പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് സാർ. ഇതിനു മുമ്പും നമ്മുടെ കോളേജിന്റെ സർവീസിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ഈ യോഗത്തിന്റെ പേരിലും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നമ്മുടെ ചൊടിമാരായിട്ടുള്ള ടീച്ചർ, അതുപോലെ തന്നെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ 3 പേരെയും ഈ യോഗത്തിലേക്ക്. അടുത്തായി എൻ്റെ സഹപ്രവർത്തകരായി പ്രവർത്തിച്ചിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസേഴ്സ് ആയിട്ടുള്ള ബിപി സാനു ടീച്ചറാണ്. അപ്പം ഈ ഇലക്ഷൻ വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ, യാതൊരു പ്രശ്നങ്ങളില്ലാതെ തന്നെ നടത്തുവാൻ സഹായിച്ച, നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ബിപി സാനു സാറിനും അതുപോലെ ജിംസ് ടീച്ചറിനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഈ പരിപാടിയിലെ നമ്മുടെ ഈ വിജയികളായിട്ട് എത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. യൂണിയൻ സ്റ്റുഡൻസുകളിലേക്ക് തെരഞ്ഞെടുത്തത് ഇവിടെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കണം, ബെൽബട്ടൺ അടിച്ചു പിടിക്കണം. എൻ്റെ ചാനൽ പേരാണ് വെടിച്ചിൽ വീഡിയോ യാസർ എന്നാണ് ചാനൽ പേര്. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, കുറേ പേരെ കേട്ടിട്ടുണ്ട്. നമ്മളെ സനിം ബീച്ച് ഇവിടെ ഒരു സനി നമ്മളെ ചാനലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പറഞ്ഞു. അതെ, അടുത്ത ആളിലേക്ക് പോവാം. എല്ലാരും പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ നിൽക്കുന്നു. ഷാരൂഖ് ഖാൻ ഇപ്പൊ പുറത്തേക്ക് പോകാം ഗൈസ്. ഇവിടുന്ന് ഇറങ്ങി പോകാൻ. ആദ്യം എന്താണ് നമ്മൾ ചാനലിനെ കുറിച്ച് പറയാൻ ഏതൊരു ജനാധിപത്യ പ്രക്രിയയിലും നടക്കുന്ന അനിവാര്യമായ ഒരു സംഗതിയാണ്. അതിനുശേഷം അവർ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അടുത്ത ചാനലിൽ കാണാം ഗൈസ്. ഓക്കെ.